നഗരത്തിലെ നീതിന്യായ വ്യവസ്ഥകൾ ദിനംപ്രതി മോശമാവുകയാണ്. ക്രിമിനൽസിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവർ പൊതുനിരത്തിൽ ഏറ്റുമുട്ടുന്നു. പട്ടാപ്പകൽ കൊള്ള നടക്കുന്നു. ജനങ്ങളെല്ലാം സഹിക്കുകയാണ്. നമ്മളോ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു. ക്ഷമിക്കണം സാർ, നാം ക്രിമിനൽസിനെ പിടിക്കാറുണ്ട്. പക്ഷെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം അവരെ വിട്ടയക്കുന്നു. ഇന്ന് ജനങ്ങൾ പോലും നമ്മോട് കോപ്പറേറ്റ് ചെയ്യാറില്ല. അവർക്ക് പരാതികളെ ഉള്ളൂ സാർ. അതെല്ലാം ശരിയാണ് ഇൻസ്പെക്ടർ വിശാൽ ഭാർഗവ്. പക്ഷെ പോലീസിന്റെ ജോലി താങ്ക്ലെസ് ജോബാണ്. പക്ഷെ നമ്മുടെ ചുമതലയോ സുപ്രധാനവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. നാം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു എന്നാൽ നമ്മുടെ ജോലി എളുപ്പമാകും. പക്ഷെ അത് നേടുവാൻ ഓരോ പോലീസുകാരനും ചുമതലാബോധമുള്ളവനായിരിക്കണം, അലർട്ടുമായിരിക്കണം. ഏയ് നിൽക്കൂ. Stop! Miss Suhasini Rastogi, you are under arrest. എന്നെ അറസ്റ്റ് ചെയ്യുമെന്നോ? അതിലെന്താണ് സംശയം? അല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു, ഇനി എന്നെയും അറസ്റ്റ് ചെയ്യുമെന്നോ? അത് ശരിയാണ്. ശരിയാണെന്നോ? പിന്നെ എന്തിനീ ഡ്രാമ നടത്തി? അതിന്റെ കാരണം നമ്മുടെ ദീർഘകാലത്തെ സ്നേഹബന്ധം തന്നെയാണ് മിസ് രസ്തോഗി എന്ന് പറയേണ്ടി വരും. അത് ശരി. എന്താ അത് വേണ്ടെന്ന് വെക്കാനാണ് ഭാവം? ഉറപ്പിക്കാനാ ഭാവം. വിവാഹത്തിന് താൻ ഒരുക്കമല്ലേ? വിവാഹത്തിന് ഒരുക്കമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ റെഡി. ഗുഡ്. എങ്കിൽ വരൂ, എന്റെ മമ്മിയോടും ഡാഡിയോടും സംസാരിക്കാം. അത് വേണ്ട, താൻ തന്റെ വീട്ടുകാര്യം പറഞ്ഞോ, ഞാൻ എന്റെ വീട്ടുകാര്യം പറഞ്ഞോളാം. ഓൾറൈറ്റ്, ജയ് ഹിന്ദ്. നിൽക്കൂ, പേടിത്തൊണ്ടൻ. എവിടെയാണ് നിങ്ങൾ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ലവണ്ണം കേൾക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ഒച്ച വയ്ക്കണത്? എന്ത്? ഞാൻ ഒച്ച വെച്ചു എന്നാണ് പറയുന്നത്? മനുഷ്യന് വയസ്സാകുന്നേരം ചെവിക്ക് കേൾവി ശക്തി കുറയും. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കേൾവി ശക്തി കൂടി. ഓ, അപ്പോൾ എനിക്ക് ചെവി കേൾക്കാതെ ആകണം എന്നായിരിക്കും. എന്തു പറഞ്ഞാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും. പിന്നെ നിന്റെ വർത്തമാനം കേട്ടാൽ എന്തെങ്കിലും പറയാതിരിക്കാൻ നോക്കണ്ടേ? ഞാൻ നിന്നോട് ചായ ചോദിച്ചു, എന്നാൽ ഇതുവരെ ചായ കിട്ടിയതുമില്ല എനിക്ക്. ചായ തരാനാ ഞാൻ വിളിച്ചത്. എന്നാൽ നീ ഒരു ചായ കുടിക്കേ. മമ്മി, ചായ കുടിക്കും മുമ്പ് മധുരം കഴിക്കൂ. മധുരമോ? എന്താന്ന് മധുരം? അത് വിശാൽ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെയാണോ? ഇത് ശരിക്കൊരു സന്തോഷ വാർത്ത തന്നെയാ പൊന്നുമോളെ. ഞാൻ പറയാറില്ലേ, വിശാൽ എന്ന് പറഞ്ഞാൽ രത്നമാണ്, രത്നം. അത് വേണ്ട, നീ അല്ല പറഞ്ഞത്, ഞാനാണത് പറഞ്ഞത്. ഓ, നിങ്ങൾ എപ്പോ പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. മോളെ ഇരിക്കുന്ന മധുരം ഡാഡിക്ക് കഴിക്കാൻ പാടില്ല. എന്നാ വേണ്ട. ശരി, മോൾ അല്പം മധുരം കഴിക്കേ. അങ്ങനെ നന്നായി വരട്ടെ മോളെ. മോം, ദിസ് ഈസ് ഫോർ യു.
നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ മധുരം അതിഗംഭീരം തന്നെയോ? അതങ്ങനെയല്ലേ വരൂ. മോന്റെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നതിന്റെ മധുരമാണ്. ഓ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അതങ്ങ് വേഗം ഉറപ്പിച്ച് കെട്ട് നടത്താം. കം ഓൺ ഡാഡ്, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇൻസ്റ്റാൾമെന്റ് സ്കീമോ നേരിട്ട് കല്യാണം നടത്തിക്കൂടെ? വിവാഹം എന്ന് പറഞ്ഞപ്പോഴേക്കും എത്ര ഉത്കണ്ഠയാ മുഖത്തൊന്ന് നോക്ക്. എനിക്ക് മനസ്സിലായി. മമ്മി, മമ്മി. ഓക്കെ ഡാഡി, ഞാൻ ഇറങ്ങാ. അല്ല, ഇന്ന് എവിടേക്കാ നീ? എനിക്ക് ഓഫീസിൽ പോണ്ടേ. ഇന്ന് വിവാഹ നിശ്ചയല്ലേ മോളെ, ഇന്ന് ഓഫീസിൽ പോണോ? പ്ലീസ് ഡാഡി, ഇന്നും പോയേ തീരൂ. പക്ഷേ ഞാൻ വേഗം തിരിച്ചെത്താം. ഓക്കെ? നീ ഒന്ന് പറഞ്ഞാ പിന്നെ മാറ്റമുണ്ടോ? ശരി, ഓഫീസിൽ പോയി വേഗം വരണം കേട്ടോ. ഓക്കെ. അവര് സന്ധ്യക്ക് 6 മണിക്ക് ഇങ്ങോട്ട് എത്തും. മോള് 4 മണിയുടെ ട്രെയിന് തന്നെ ഇവിടെ എത്തണം കേട്ടോ. ഓക്കെ. ആ, എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. വേണ്ട ഡാഡി, ഞാൻ വരുന്ന വഴിക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരാം. ഓക്കെ? ശരി മമ്മി, ഞാൻ ഇറങ്ങാ. നീ എവിടേക്കാ? ഞാൻ പോയിട്ട് വേഗം വരാം. ഓക്കെ? ഞാൻ ഇറങ്ങട്ടെ. മോളെ സുഹാസിനി, ഒന്ന് നിന്നേ. അവൾ എവിടേക്കാ പോയത്? ഓഫീസിലേക്ക്. ഇന്ന് ഓഫീസിലോ? ഞാൻ ആലോചിക്കായിരുന്നു, എന്ത്? നമുക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അവന് സുഹാസിനിയെ പോലെ നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അത് ശരിയാ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ട്രെയിൻ 9:30 ബോറിവില്ലി സ്ലോ ട്രെയിൻ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ആശംസകൾ. താങ്ക് യു. പക്ഷെ എൻഗേജ്മെന്റിനെ പറ്റി ഓഫീസിൽ എങ്ങനെ അറിഞ്ഞു? തന്റെ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അപ്പൊ ഇത് കഴിഞ്ഞു, ഇതും വേഗം ആവണോട്ടോ. തീ നീക്കിയിട്. ലക്ഷ്മി, ലക്ഷ്മി, എല്ലാം ഭംഗിയാവണോട്ടോ. ശരി സാർ. ലക്ഷ്മിയെ, എന്താ 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 കാര്യം? വീണ്ടും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാൻ ഒച്ച വെച്ചതല്ല, വയസ്സുകാലത്ത് നിന്റെ കേൾവി ശക്തി കൂടിയതാവും. അത് ശരി, വീണ്ടും വഴക്കടിക്കാനാണോ ഭാവം? ഇതിനാണോ എന്നെ വിളിച്ചത്? അലങ്കാരങ്ങളും പാചകവും ശരിക്കും നടക്കുന്നുണ്ട്, അത് പറയാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്റെ ലക്ഷ്മി. നന്നായിട്ടുണ്ട്. അവര് നല്ല ആളുകളാ, അലങ്കാരം ഗംഭീരാക്കണം, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഒരു കാര്യം പറയുന്നത് ശരിയാ, മോളുടെ വിവാഹത്തിന് ഓടി നടക്കാൻ നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. പക്ഷേ മനസ്സിലൊരു നീറ്റലും ഉണ്ട്. അതെന്താ ലക്ഷ്മി? മോള് മറ്റൊരു വീട്ടിൽ പോകേണ്ടതല്ലേ, അതുകൊണ്ടാണ് മനസ്സിൽ വിഷമം കൂടി വരുന്നത്. മോളുടെ വിവാഹം കഴിഞ്ഞ് അവൾ പോയാൽ പിന്നെ നമ്മൾ ഇവിടെ തനിച്ചാകില്ലേ? നമുക്ക് മോള് മാത്രം പോരാ, മോനും വേണമായിരുന്നു. മോളുടെ വിവാഹം കഴിഞ്ഞാൽ മോൻ മരുമോളെ കൊണ്ടുവരുമല്ലോ. എന്താ? പക്ഷെ ഇത് അല്പം മുമ്പേ ചിന്തിക്കണമായിരുന്നു. May I come in, sir? ഓ സുഹാസിനി, വരൂ 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 വരൂ. സർ, ഇന്ന് എനിക്ക് അല്പം നേരത്തെ വീട്ടിൽ പോണം. എനിക്ക് നിങ്ങളോട് പരാതിയുണ്ട് സുഹാസിനി. അതെന്താ സർ? ഇതെന്താണ് സുഹാസിനി? 3 മണിക്ക് മുമ്പേ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ? അതിന്റെ കാരണം എനിക്കറിയാം സുഹാസിനി. ഇന്നാണ് നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലേ? ഇന്ന് നിങ്ങൾ എന്തിനാണ് ഓഫീസിൽ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സർ, ആ വർക്ക് എത്ര ജോലി എടുക്കും?
ജീവിതത്തിൽ വർക്ക് അല്ലാതെയും വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സുഹാസിനി? ഫോർ എക്സാമ്പിൾ യുവർ എൻഗേജ്മെന്റ്. നിങ്ങൾ എന്റെ ആശംസകൾ സ്വീകരിക്കില്ലേ? യെസ് സർ. യെസ്, കൺഗ്രാറ്റുലേഷൻ. എന്റെ ആശംസകൾ. താങ്ക് യു സർ. സുഹാസിനി, വിവാഹത്തിന് ശേഷം ഈ ജോബ് വേണ്ടെന്ന് വെക്കുമോ? ഇല്ല സർ, ഞാൻ ജോബ് ഉപേക്ഷിക്കില്ല. ഇന്നത്തെ ചുറ്റുപാടിൽ ഭർത്താവ് ഭാര്യയ്ക്കൊപ്പം എല്ലാ കാര്യങ്ങളിലും സഹായത്തിനുണ്ടാവണം. ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഷെയറും ചെയ്യണം. ഗുഡ്. നിങ്ങളുടെ വീക്ഷണങ്ങൾ വളരെ നല്ലതാണ്. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാകണം. എന്നാൽ ജീവിതം എന്ന വണ്ടി രണ്ടുപേരും സഹകരിച്ചാലേ മുമ്പോട്ട് പോകൂ. എങ്കിൽ സുഹാസിനി പൊയ്ക്കോളൂ, എല്ലാവരും കാത്തിരിപ്പുണ്ടാവും. താങ്ക് യു സർ. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ട്രെയിൻ 3:30 ചർച്ച് ഗേറ്റ് സ്ലോ ട്രെയിൻ ആണ്. സുഹാസിനി, സ്വപ്നം കാണുവാന്നോ? അല്ല, എനിക്ക് ഇറങ്ങാറായി, ഞാൻ ഇറങ്ങട്ടെ. ബൈ. നിശ്ചയത്തിന് കാണില്ലേ? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായും വരും. വൈകിട്ട് കാണാം. ശരി. ബൈ. 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 വരാൻ മറക്കല്ലേ? വരാം. ഇതെന്തു പറ്റി? ഒന്നുമില്ല ഡാഡ്. ഓ, നിന്നെ ആരോ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ ടെൻഷനില്ല നമ്മുടെ മോൻ. എന്താ ജോത്സ്യരെ, നേരം വൈകാൻ തുടങ്ങി. ശരിയാ, മുഹൂർത്തം 7 മണിക്കാ. 7 മണിക്കാണോ മുഹൂർത്തം? ആനന്ദ് കുറുപ്പേ, എന്താ? ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരുന്നു. നോക്കൂ, മോളെവിടെ? മുഹൂർത്തം കഴിയാറായി. ശരി, അവളിപ്പെത്തും. നോക്കൂ ലക്ഷ്മി. ഒരു മിനിറ്റ്. സുഹാസിനി ഇപ്പൊ എത്തുന്നാണ് ആനന്ദ കുറുപ്പ് പറഞ്ഞത്. മുഹൂർത്തം എന്തായാലും കഴിയാറായിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ. സർ, കുൽക്കർണിയോ? എക്സ്ക്യൂസ് മീ, എന്താണ് കാര്യം? സർ, ഐ ആം സോറി ടു ഡിസ്റ്റർബ് യു. എമർജൻസി ആയതുകൊണ്ട് സാറ് വേഗം വരണം. ട്രെയിനിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, കുറെ പേർക്ക് പരിക്കുണ്ട്. ഇറ്റ്സ് എ വെരി എമർജൻസി കോൾ സർ. വാട്ട്? എങ്കിൽ ശരി വാ. മോനെ, എന്താ എന്തുണ്ടായി? ഡാഡ്, ഇറ്റ്സ് ആൻ എമർജൻസി കേസ്. ഐ ഹാവ് ടു ഗോ.
സംഗതിയായി. അവളെ എവിടെ പോയിന്നൊരു പിടിയില്ല. എനിക്കെന്തോ പേടിയാവുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കാം. മോളെ സുഹാസിനി. അങ്കിൾ, അങ്കിൾ, എന്റെ മോള് എന്റെ മോള് എന്റെ മോള് എന്റെ പൊന്നുമോള് എന്റെ മോള് എനിക്ക് മോള് സുഹാസിനി. എനിക്ക് മോള് എന്നെ ഇട്ടിട്ട് പോയോ? എനിക്ക് മോളെ, എനിക്ക് മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? ഇന്ന് നിന്റെ വിവാഹ നിശ്ചയമല്ലേ? എനിക്ക് മോളെ വീട്ടിലെല്ലാവരും വന്നു എന്റെ മോളെ കാണാൻ. എനിക്ക് മോളെ, കുരങ്ങണ്ട്. എന്റെ രാവിലെ എന്റെ മോള് പോയി, എന്റെ മോള് നമ്മെ വിട്ടുപോയി. സുഹാസിനി, സുഹാസിനി, നീ എന്നെ വിട്ടു പോയെന്നോ? നാം എത്ര സ്വപ്നങ്ങൾ കണ്ടതാണ്. എത്ര തവണ വഴക്കടിച്ചു, എത്ര തവണ പിണക്കം നടിച്ചു. ഇന്നെല്ലാം അവസാനിച്ചെന്നോ സുഹാസിനി? എനിക്കിത് വിശ്വസിക്കാനേ ആവുന്നില്ല. നീ എന്നെ തനിച്ചാക്കി പോയെന്നോ സുഹാസിനി? ഞാനിനി എന്തു ചെയ്യും? ഞാനിനി എന്തു ചെയ്യും? പക്ഷേ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല സുഹാസിനി. അവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ വെറുതെ വിടില്ല സുഹാസിനി. രാജ്യദ്രോഹികളാണവർ. അവർക്കെന്റെ കരങ്ങളിൽ നിന്നും ഒരിക്കലും രക്ഷയില്ല, ഒരിക്കലും രക്ഷയില്ല.
ലോകം എന്തും പറയട്ടെ, പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് തുല്യരാണ്. വാസ്തവത്തിൽ അവർ ആൺകുട്ടികൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ്. ചില മേഖലകളിൽ അവർ പുരുഷന്മാരെക്കാൾ മുന്നിലാണ്. മോളെ, ഞാൻ നിന്നോട് പൂർണ്ണമായും യോജിക്കുന്നു. നിന്നെപ്പോലൊരു മോളെ ലഭിച്ചതിൽ അച്ഛന് സന്തോഷമുണ്ട്. പക്ഷെ മോളെ, മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ചില ഉപചാരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞങ്ങൾ മരണമടഞ്ഞു എന്ന് വിചാരിക്കൂ. അപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് ഞങ്ങളുടെ ചിതയ്ക്ക് ആര് കൊള്ളിവെക്കും? അത് ഡാഡിയും മമ്മിയും ഒരിക്കലും എന്നെ വിട്ട് പോകരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. പക്ഷേ ഡാഡിയുടെ ചോദ്യത്തിന് മകൾ എന്ന നിലയിൽ ഞാൻ അതിനുള്ള ഉത്തരവും നൽകാം. ആവശ്യമെന്നു കണ്ടാൽ ഞാൻ ആ പഴയ നിയമം ലംഘിക്കും. ഡാഡിയുടെ ചിതയ്ക്ക് ഡാഡിയുടെ മകൾ തന്നെ കൊള്ളിവെക്കും. മോളെ, ഡാഡിയുടെ ചിതയ്ക്ക് ഡാഡിയുടെ മകൾ തന്നെ കൊള്ളിവെക്കും. മോളെ, നീ ഞങ്ങളെ തനിച്ചാക്കി പോയി കളഞ്ഞില്ലേ? മോളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അന്ധകാരം മാത്രമേ ഉള്ളൂ. നീ പോയതിനാൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് ആരുമില്ല മോളെ. അരുതച്ഛാ, അരുത്. അങ്ങേക്ക് നഷ്ടപ്പെട്ടത് നികത്താൻ ഒരുപക്ഷേ എനിക്കാവില്ലായിരിക്കാം. അങ്ങേക്ക് മകൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി മകനായി ഞാനുണ്ടാകും. ഈ മകൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. വിശാൽ, അതെ അച്ഛ, നിങ്ങൾ ഒരിക്കലും തനിച്ചായി എന്ന് കരുതരുത്. സുഹാസിനി എന്നും നിങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടിരുന്നു. ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. എനിക്കും എൻ്റെ എല്ലാം നഷ്ടമായി അച്ഛ, നഷ്ടമായി അച്ഛ. മോനെ,
മേ കമിൻ സർ? യെസ് വിശാൽ. സർ, പറയൂ വിശാൽ, എന്ത് പ്രോഗ്രസ് ഉണ്ട് ബോംബ് ബ്ലാസ്റ്റ് കേസിൽ? ചില പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ. അവരിൽ ചില പ്രമുഖന്മാരുടെ ആൾക്കാരുമുണ്ട്. സംശയം തോന്നിയവരെ എല്ലാം അറസ്റ്റ് ചെയ്തു. നഗരത്തിൽ കർശനമായ ചെക്കിംഗ് നടത്തി വരികയാണ്. ഇന്ന് രാത്രി കുറെ അറസ്റ്റ് നടക്കാൻ വഴിയുണ്ട്. നാളെ തിരിച്ചറിയൽ പരേഡും നടക്കും. റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ബ്ലാസ്റ്റായ ബോഗിയിലും ഉണ്ടായിരുന്ന ആളുകളെയും പരിക്കേറ്റവരെയും ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചറിയൽ പരേഡിനായി വിളിച്ചു വരുത്തുന്നുണ്ട് സർ. ബോംബ് ബ്ലാസ്റ്റ് നടത്തിയവരെ കുറിച്ച് ശക്തമായ തെളിവൊന്നും നമുക്കിതുവരെ കിട്ടിയില്ലല്ലേ? ഇല്ല സർ, ബട്ട് ഐ എം കോൺഫിഡൻറ്റ് നാളത്തെ തിരിച്ചറിയൽ പരേഡിൽ എന്തെങ്കിലും തെളിവ് ലഭിക്കാതിരിക്കില്ല. ഐ ഹോപ്പ് സോ. താങ്ക് യു വെരി മച്ച് സർ. ആ നമ്പർ നോക്കുന്നുണ്ടോ? ലൈസൻസ് ആ അങ്ങോട്ട് വാ, പിന്നെ side പിന്നിൽ വളരെ നന്നായി ശരിക്കും നോക്കണം. ആ പോട്ടെ 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 പോട്ടെ. ആ മുന്നോട്ടോ 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 അവനോടോ അവനോടോ നിർത്ത നോക്കൂ, ലൈസൻസ് ചെക്ക് ചെയ്യാം. ശരി. പുറകെ നോക്കൂ. പിന്നിൽ നോക്കാം. ആ നോക്കി. ആ പോട്ടെ 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 പോട്ടെ. ആ. ജയ് ഹിന്ദ് സാർ. കുൽക്കർണി, യെസ് സാർ. ഒരൊറ്റ വണ്ടിയും ചെക്കിംഗ് കൂടാതെ ഇവിടെ നിന്നും പുറത്തു പോകാൻ പാടില്ല, മനസ്സിലായോ? ശരി സാർ. സംശയം തോന്നിയാൽ ഒരൊറ്റ ആളെയും വെറുതെ വിടരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ലെറ്റ് മീ നോ. ഓക്കെ? ഓക്കെ സാർ. ശരി. വിശാൽ, വിശാൽ, സ്വാ. സുഹാസിനി, നിന്റെ ചിതാഭസ്മത്തിനോടൊപ്പം എന്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞ് ചാമ്പലായി. സുഹാസിനി, ഞാൻ ഏകനായി. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? പക്ഷെ സുഹാസിനി, നിന്നെയും അനേകം നിരപരാധികളെയും നിഷ്കരണം ചുട്ടുചാമ്പലാക്കിയ ആ രാജ്യദ്രോഹികളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല സുഹാസിനി.
നാളെ തിരിച്ചറിയൽ പരേഡുണ്ട്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നാളെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ യഥാർത്ഥ പ്രതികളെ അല്ല, നിരപരാധികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുഹാസിനി, സുഹാസിനി, നിൽക്കൂ വിശാൽ. മുന്നോട്ട് വരരുത്. സുഹാസിനി, എനിക്ക് അരികിൽ വരരുത്. ഞാൻ സുഹാസിനിയല്ല, അവളുടെ ആത്മാവാണ്. വാസ്തവത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആർക്കും ഈ ബോംബ് ബ്ലാസ്റ്റ് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്റെ നിഗമനം. അവരെല്ലാം നിരപരാധികളാണ്. എന്താണ് ഈ പറയുന്നത് സുഹാസിനി? അവരെല്ലാം പ്രതികൾ തന്നെയാണ്. പോലീസ് റെക്കോർഡിൽ അവരുടെ പേരുണ്ട്. ഉണ്ടാകാം, പക്ഷെ അവരാരും ഈ ബോംബ് ബ്ലാസ്റ്റ് കേസിലെ പ്രതികളല്ല. യഥാർത്ഥ പ്രതി ഇന്നും സ്വതന്ത്രനാണ്. അയാൾ തന്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അല്പം കാത്തിരുന്നേ മതിയാവൂ. കാത്തിരിപ്പോ? സുഹാസിനി, സുഹാസിനി, സർ. യെസ് വിശാൽ, എന്താ കാര്യം? സർ, നാളെ തിരിച്ചറിയൽ പരേഡാണ്. അതിന്റെ ആവശ്യമില്ല. ബൈ. അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും പ്രതികളല്ല എന്ന് മനസ്സിലായി. പക്ഷെ അത് പരേഡിന് മുമ്പേ എങ്ങനെ മനസ്സിലായി? സർ, അങ്ങനെ ഒരു പക്ഷെ അവിശ്വസിച്ചേക്കാം. ഞാൻ സുഹാസിനിയുമായി സംസാരിച്ചു. സുഹാസിനി? അതെ സർ, സുഹാസിനി രസ്തോഗി, എന്റെ വധു. ഇൻസ്പെക്ടർ വിശാൽ, നിങ്ങൾക്ക് എന്തു പറ്റി? സർ, ഞാൻ പറഞ്ഞത് തികച്ചും സത്യമാണ് സർ. സുഹാസിനിയുടെ ചിതയ്ക്ക് സമീപം ഞാൻ പോയിരുന്നു. അവിടെ വെച്ചാണ് ഇതെല്ലാം അറിഞ്ഞതും. സ്റ്റോപ്പ് ഇറ്റ് വിശാൽ. എന്തൊക്കെയാണത്? നോക്കൂ, നിങ്ങളുടെ വധു സുഹാസിനി ആ ബോംബ് ബ്ലാസ്റ്റിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ആഘാതം നിങ്ങളെ ഈ അവസ്ഥയിലെത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല വിശാൽ. നിങ്ങൾ ഈ കേസ് നിസ്സാരമായി കാണരുത്. സർ, എന്നെ വിശ്വസിക്കണം. ഞാൻ സാറിനോട് പറഞ്ഞതെല്ലാം സത്യമാണ്. അങ്ങ് ദയവായി തിരിച്ചറിയൽ പരേഡ് നിർത്തിവെക്കണം. അല്ലെങ്കിൽ പ്രസ്സും മീഡിയയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കി ചിരിക്കും സർ. വിശാൽ, നിങ്ങൾ ഒരു മാസം ലീവ് എടുത്ത് എവിടെയെങ്കിലും കറങ്ങി വരൂ. ഞാൻ ഈ കേസ് ഇൻസ്പെക്ടർ കുൽക്കർണിക്ക് കൊടുത്തേക്കാം. എന്താണ് ഈ പറയുന്നത് സർ? യു ക്യാൻ ഡു ദിസ് ടു മീ. ഞാൻ പറഞ്ഞതേ നടക്കൂ. ഇന്നു മുതൽ ഈ കേസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണ്ട. നാളെ ഐഡന്റിറ്റി പരേഡ് നടക്കും. സർ, പക്ഷേ നിങ്ങൾക്ക് പോകാം. സർ,
ഞാൻ എന്ത് ചെയ്യും സുഹാസിനി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. DGPയും വിശ്വസിക്കുന്നില്ല. സുഹാസിനി, ഞാൻ തന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. താൻ തന്നെ ഇനി പറയൂ, ഞാൻ കാണുന്നതെല്ലാം സത്യമല്ലേ? ഞാൻ മറ്റുള്ളവർക്കൊരു മിഥ്യയും വിശാലിന് ഒരു സത്യവുമാണ്. ഇന്നു മുതൽ നിങ്ങൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിച്ചു തുടങ്ങും. വിശാൽ, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നെന്റെ കയ്യിലുള്ളത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് 12 മണിക്ക് ചർച്ച് ഗേറ്റിൽ നിന്നും അന്തേരിയിലേക്ക് പുറപ്പെടുന്ന ലോക്കൽ ട്രെയിനിന്റെ 4ാമത്തെ ബോഗിയിൽ മാട്ടുങ്ക സ്റ്റേഷനിൽ വെച്ച് ആ ഘാതകൻ ബോംബ് സ്ഫോടനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, ആ ബോംബ് ഒരു ബാഗിലായിരിക്കും. വേഗമാകട്ടെ, സമയം വളരെ കുറവാണ്. മാട്ടുങ്ക സ്റ്റേഷനിൽ ചെല്ലൂ, വേഗമാകട്ടെ. എല്ലാവരും പുറത്തോളൂ, എമർജൻസിയാണ്. വേഗം 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 വേഗം. വിശാൽ, യെസ് സർ. നിങ്ങൾ കുറെ പേരുടെ ജീവൻ രക്ഷിച്ചു, വലിയൊരു വിപത്തിനെ തട്ടിമാറ്റി. അതെന്റെ കടമയാണ് സർ. പക്ഷെ നിങ്ങൾ ഇത്രയധികം റിസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ആ ബോംബ് നിങ്ങളുടെ കയ്യിലിരുന്ന് പൊട്ടിയിരുന്നെങ്കിലോ നിങ്ങൾ ബോംബ് സ്ക്വാഡിനെ ഇൻഫോം ചെയ്യണമായിരുന്നു. അതിനൊന്നും സമയമില്ലായിരുന്നു സർ. ഞാൻ ബോംബ് വെച്ചിരുന്ന കമ്പാർട്ട്മെന്റിലെ ആളുകളെ വേഗം ഒഴിപ്പിച്ചു. പക്ഷെ മറ്റു കമ്പാർട്ട്മെന്റുകളിലും ആളുകളുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു സർ. അതുകൊണ്ടാണ് ഞാൻ ആ ബാഗ് എടുത്ത് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞത്. അല്ലാതെ പക്ഷെ എനിക്കൊന്നും മാത്രം പിടികിട്ടിയില്ല. ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്ന വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സർ, ഒന്നും എന്റെ തോന്നലല്ല, മറിച്ച് സത്യം തന്നെയാണ്. സ്ഫോടനത്തെക്കുറിച്ച് സുഹാസിനിയാണ് വിവരം നൽകിയത്. എങ്കിൽ പിന്നെ നാളെ ഐഡന്റിഫിക്കേഷൻ പരേഡ് ക്യാൻസൽ ചെയ്യേണ്ടി വരും.
ഇപ്പോൾ കിട്ടിയ വാർത്ത, മുംബൈയിലെ മാട്ടുങ്ക സ്റ്റേഷനിൽ ലോക്കൽ ട്രെയിനിൽ ഒരു ബോംബ് കണ്ടെത്തി. പക്ഷേ ഒരു പോലീസ് ഓഫീസറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയ ഒരു വിപത്ത് ഒഴിവാക്കപ്പെട്ടു. ഒരു ചോദ്യം കൂടി, ട്രെയിനിൽ ബോംബുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഐ എം സോറി, ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. എൻക്വയറീസ് ആർ ഗോയിങ് ഓൺ. ലീഗൽ പ്രൊസീഡിംഗ്സിന് സമയമേറെ അയക്കാം. ബോംബുള്ള ബാഗ് കയ്യിലെടുത്തപ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നിയോ? ആ സമയം കുറെ പേരുടെ ജീവൻ രക്ഷിക്കണമെന്നേ എനിക്ക് തോന്നിയുള്ളൂ മാഡം. കാക്കി ധരിച്ച നാൾ മുതൽ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താത്ത ആളാണ് ഞാൻ. എന്റെ കടമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. എന്ന ഈ അവസരത്തിൽ എനിക്ക് താങ്ക് യു. ഈ സൈസ് അല്പം വലുതായി മനോഹർ. മീഡിയം സൈസാണ്. ഒരു ബെൽറ്റ് ഉണ്ട്. സെൻട്രലിൽ 2 ബെൽറ്റ് ഉണ്ട്. പിന്നെ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇത് ബെൽറ്റ് പിന്നെ സൈഡ് ബെൽറ്റ്. ഒരു കാര്യം ചെയ്യും, നോക്കൂ. അല്ല ഇത് ഇങ്ങനെയല്ല സാർ, ഇത് വരച്ച് സൈഡിൽ പോക്കറ്റ്. പക്ഷെ സൈസ് എക്സാക്ട്ലി മാച്ച് ആകുന്നില്ല. കുറച്ചുകൂടി മീഡിയം സൈസാണ്. പിന്നെ സൈഡ് പോക്കറ്റ്സ് ഉണ്ട്, ചെയിനുകളുണ്ട്, സിപ്പ് ഉണ്ട്. ഇതുപോലെയാണ് സാർ. യെസ്, താങ്ക് യു വെരി മച്ച്. കുൽക്കർണി, യെസ് സാർ. ഇത് കണ്ടോ? ഇത് ബാഗിന്റെ ഏകദേശ രൂപമാണ്. ഇതാണ് അവൻ ഉപയോഗിക്കുന്നത്. വേഗം മാർക്കറ്റിൽ ചെന്ന് അന്വേഷിക്കണം ഇത്തരം ബാഗ്സ് ആരാ ഉണ്ടാക്കുന്നതെന്ന്. ആ ഘാതകൻ ഈ ബാഗ്സ് എവിടെ നിന്ന് വാങ്ങിയെന്നറിയണം. വേഗം അറിയണം. ശരി സാർ. സുഹാസിനി. അതെ വിശാൽ. സുഹാസിനി, ഈ ബാഗ് ഇവിടെ? ഹാ വിശാൽ, ഇത്തരമൊരു ബാഗാണ് ആ ഘാതകൻ ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഇത്തരം ഒരു ബാഗ് തന്നെയാണ് അന്ന് എനിക്ക് ട്രെയിനിൽ നിന്നും കിട്ടിയത്. ഞങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ ഘാതകനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഞാൻ കമ്പാർട്ട്മെന്റിൽ കയറി യാത്രക്കാരോട് ബോംബുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ സംശയം തോന്നാവുന്ന ഒരു മനുഷ്യനെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ സ്ഫോടനത്തിൽ ആരും മരിക്കാനിടയായില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ആ ഘാതകന് ഒരു കുലുക്കവുമില്ല. അവന്റെ പൊടി പോലും കാണാനായിട്ടില്ല. പക്ഷേ സുഹാസിനി, താൻ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ലക്ഷണങ്ങൾ പറയൂ സുഹാസിനി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ അന്ന് എന്റെ ഷോപ്പിംഗ് ബാഗ് കമ്പാർട്ട്മെന്റിന് മുകളിൽ വെച്ചപ്പോൾ ആരോ ഒരു ബാഗ് വെക്കുന്നത് കണ്ടു. അയാളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ കാല് കണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് അയാളുടെ മുഖവും മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അയാൾക്കെതിരെയുള്ള തെളിവ് ആ ബാഗ് മാത്രമാണ്. അതെ സുഹാസിനി, ഈ ബാഗിന്റെ അടയാളം വെച്ച് ആ ഘാതകനെ ഞാൻ കണ്ടെത്തുന്നു. അവന്റെ കയ്യിൽ ഇത്തരം ബാഗും കാണും. ഇപ്പോൾ ഇതേ വഴിയുള്ളൂ. നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ, ഞാനും പരിശ്രമിച്ചു നോക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അയാളെ ഞാൻ വെറുതെ വിടില്ല. ഈ ആപത്ത് നമുക്ക് തടയാൻ കഴിഞ്ഞു. പക്ഷെ ടെററിസ്റ്റിനെ പിടികൂടാൻ തക്കവണ്ണം ഒരു തെളിവും നമുക്കിനിയും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഇൻസ്പെക്ടർ വിശാൽ ഹിയർ. നിങ്ങളുടെ ധീരതയെക്കുറിച്ച് നഗരത്തിൽ വലിയ ചർച്ചയാണല്ലോ ഇൻസ്പെക്ടർ വിശാൽ. TV അഭിമുഖം, പ്രസ് കോൺഫറൻസ്, മീഡിയ നിങ്ങളെ ഒരു ദിവസം കൊണ്ട് ഹീറോ ആക്കിയല്ലോ ഇൻസ്പെക്ടർ വിശാൽ. താങ്ക് യു. ആരാണ് സംസാരിക്കുന്നത്? ഓഫീസർ, എന്റെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ ഇല്ലാതാക്കി തീർത്തത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഇൻസ്പെക്ടർ വിശാൽ? എന്റെ പരിശ്രമങ്ങൾ മുഴുവൻ നിങ്ങൾ വിഫലമാക്കി തീർത്തു. വലിയ ധൈര്യം കാണിച്ച് നിങ്ങൾ കുറെ പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് കരുതി അഹങ്കരിക്കണ്ട. നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. സ്വന്തം ജീവൻ പണയം വെച്ച് നിങ്ങൾ കുറെ പേരെ രക്ഷിച്ചു. പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കില്ല ഇൻസ്പെക്ടർ വിശാൽ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? വലിയ ബഹുമാനമല്ലേ നിങ്ങൾക്ക് ആ യൂണിഫോമിനോട്?
ചുമലിൽ കൂടുതൽ മെഡൽ കുത്താൻ നിങ്ങൾക്ക് വലിയ മോഹമാണല്ലേ? കേൾക്കൂ. ഞാൻ പറയുന്നത് കേട്ടാൽ മതിയടോ. ഇനി ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരേ സമയം പല സ്ഥലങ്ങളിൽ സ്ഫോടനം നടക്കും ഇൻസ്പെക്ടർ. ഇനി 100 200 അല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചാകും. ആയിരക്കണക്കിന് ആളുകൾ. നിനക്കും നിന്റെ നിയമത്തിനും എന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയണം. ആരെയൊക്കെ നീ രക്ഷിക്കും ഇൻസ്പെക്ടർ? നീ തളർന്നു പോകും. ഹലോ 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 Damn it. സാർ ഉം. ഈ നമ്പറിൽ നിന്ന് ഫോൺ വന്നത്. ഈ നമ്പറിൽ നിന്നോ? കമോൺ ഫോളോ മീ. ഫോളോ മീ. നിങ്ങൾ അകത്ത് പോയി ചെക്ക് ചെയ്യും. യെസ് സർ. സർ ഇവിടെ ആരുമില്ല സർ. Oh, no. അയാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. കുൽക്കർണി, Sir. ഒരു കാര്യം ചെയ്യും. എല്ലാ സ്റ്റേഷനിലും ഉടൻ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കൂ. വേഗം നിങ്ങൾ പേഴ്സണൽ പോയി ചെക്ക് ചെയ്യണം. Okay, sir. Come on. സുഹാസിനി. Yes. സുഹാസിനി, സുഹാസിനി, താൻ എവിടെയാണ് സുഹാസിനി? എനിക്ക് തന്റെ സഹായം വേണം. ഇന്ന് ആയിരങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. സുഹാസിനി, എനിക്ക് തന്നെ കണ്ടേ തീരൂ. എനിക്ക് തന്റെ സഹായം വേണം. പ്ലീസ് വരൂ സുഹാസിനി, പ്ലീസ്. സുഹാസിനി, എവിടെയാണ് താൻ? പ്ലീസ് വരൂ സുഹാസിനി. മുന്നോട്ട് മുന്നോട്ട്. അവിടെ നിൽക്കും, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. അതെ സാർ. ആ ചെക്കിങ് നടക്കുന്നുണ്ട് സാർ. അതെ സാർ. ആ ബാഗ് ചെക്കിങ് അടുത്ത ആൾ വരട്ടെ. ആ പോയിക്കോളൂ. നോക്കാം. ഒന്നുമില്ല.
come on, next. ബാഗ് തുറക്കൂ, ബാഗ് തുറക്കൂ. Please, sir, please. അതെല്ലാം ഞാൻ വിശദമായി പറയാം. മാർച്ച് 6-ാം തീയതി സന്ധ്യയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായില്ലേ? അതിൽ അനേകം പേർ മരിച്ചു. ഞാൻ അവരിൽ ഒരാളായിരുന്നു. എന്റെ പേര് സുഹാസിനി രസ്തോഗി. അതെ, അതേ ദിവസം രാത്രി എന്റെ വിവാഹ നിശ്ചയമായിരുന്നു. ഞാൻ ഷോപ്പിംഗ് നടത്തി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷെ ബോംബ് ബ്ലാസ്റ്റിൽ ഞാൻ കൊല്ലപ്പെട്ടു. ഇല്ല ഇല്ല, നീ നിൽക്കുന്ന സ്ഥലത്താണ് എന്റെ ശവദാഹം നടന്നത് എന്ന കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ എന്റെ അച്ഛനമ്മമാരുടെ ഏക മകളായിരുന്നു. അവർക്ക് എന്നെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഞാനും പലതും സ്വപ്നം കണ്ടിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ 21 വർഷങ്ങൾ പഠനത്തിലും ജോലിയിലും ഒക്കെയായി ചിലവഴിച്ചു, സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനായി. പക്ഷെ നീയോ, നീ എന്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നിമിഷങ്ങൾക്കകം തകർത്തു തരിപ്പണമാക്കി. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്നോട് നിനക്ക് എന്ത് ശത്രുതയാണ്? നീ എന്തിനിങ്ങനെ ചെയ്തു? എന്തിനു ചെയ്തു? ഞാനാണത് ചെയ്തത്. അതെ, ഞാൻ പ്രതികാരം ചെയ്തു. അവൾ എന്റെ വീട് കത്തിച്ചു. എന്റെ അച്ഛനും അമ്മയും സഹോദരിമാരും ജീവനോട് ചുട്ടരിക്കപ്പെട്ടു.
ഞാൻ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. പക്ഷേ എന്റെ പരാതി കേൾക്കാൻ തയ്യാറാകാതെ പോലീസ് എന്നെ ലോക്കപ്പിലാക്കി. ഞാൻ ജയിലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അന്ന് ഞാൻ ശപഥം ചെയ്തു, എല്ലാത്തിനും ഞാൻ പ്രതികാരം ചെയ്യുമെന്ന്. എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യും. പക്ഷെ നിന്റെ വീട് കത്തിച്ചവരിൽ ഞാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ അച്ഛനമ്മമാരെ ഞാനല്ല ചുട്ടുകൊന്നത്. അന്ന് ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചവരിൽ ഒരാൾക്ക് പോലും നിന്റെ വീട് കത്തിച്ച സംഭവവുമായി ബന്ധമുള്ളവരല്ല. നീ എന്തിന് നിരപരാധികളോട് പകരം ചോദിച്ചു? നിന്നോട് ആരെങ്കിലും അന്യായം ചെയ്തു എങ്കിൽ, അഥവാ പോലീസ് നിന്നെ സഹായിച്ചില്ല എങ്കിൽ, ഇവിടെ പ്രസ് ഉണ്ടായിരുന്നു, എല്ലാം പറയാൻ മീഡിയ ഉണ്ടായിരുന്നു, എത്രയോ സാമൂഹ്യ സംഘടനകൾ ഉണ്ടായിരുന്നു, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇവരോടെല്ലാം പരാതിപ്പെടാമായിരുന്നു. അതിലും ഉപരിയായി ഇവിടെ കോടതി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അതിനു പകരം ചോദിക്കാനായി നിരപരാധികളായ ജനങ്ങളെ ചുട്ടെരിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ഈ സമൂഹവും ഈ നഗരവും ഈ ദേശവും വിദ്വേഷത്തിന്റെയും പകയുടെയും അഗ്നിയിൽ കത്തിച്ചാമ്പലാകും. ആരാണ് നിന്റെ കുടുംബത്തെ ചുട്ടരിച്ചത്? തീർച്ചയായും അവർ പിടിക്കപ്പെടുമെന്നുറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന്റെ കയ്യിൽ അവർ അകപ്പെടും എന്നതിൽ സംശയമില്ല. അവർ രക്ഷപ്പെടില്ല. പക്ഷെ നിനക്ക് നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ അക്രമം അഴിച്ചുവിടാൻ ആരാണ് അധികാരം നൽകിയത്? എനിക്ക് തെറ്റുപറ്റി. ഞാൻ പ്രതികാരത്തിന്റെ അഗ്നിയിൽ അന്ധനായി തീർന്നു സഹോദരി. കോപം എന്റെ വിവേകം തന്നെ നഷ്ടപ്പെടുത്തി സഹോദരി. ഞാൻ ചുട്ടരിച്ചവരെല്ലാം എന്റെ വീട്ടുകാരെ പോലെ നിരപരാധികളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്ക് തെറ്റുപറ്റി. ഞാൻ വലിയ അപരാധമാണ് ചെയ്തത്. ഞാൻ അപരാധിയാണ്. എന്റെ പാപത്തിന് പ്രായശ്ചിത്തമില്ല. എന്ത് ശിക്ഷയും എനിക്ക് നൽകാം. വേഗമാകട്ടെ, എന്നെ ശിക്ഷിക്കൂ. എന്ത് ശിക്ഷയും എനിക്ക് നൽകൂ. നീ ആരാണെന്ന് എനിക്കറിയില്ല. നിന്റെ പേരും എനിക്കറിയില്ല. നിന്റെ മതവും എനിക്കറിയില്ല. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ജീവനോടെ ചുട്ടരിക്കാൻ വേണ്ടിയായിരുന്നു. ജീവനോടെ ചുട്ട് ചാമ്പലാക്കാനായിരുന്നു. പക്ഷെ ഇനി എനിക്കതിന് കഴിയില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ നിനക്കും എനിക്കും തമ്മിൽ വ്യത്യാസമുണ്ടാവില്ല. പോകൂ. ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. നിയമം നിന്നെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം നീ മറക്കരുത്. തീ കൊണ്ട് തീയെ ജന്മമെടുക്കാറുള്ളൂ. പകയും വിദ്വേഷവും ഈ ലോകത്തിന് യുദ്ധം, കൊള്ള, കൊല എന്നിവയെ നൽകിയിട്ടുള്ളൂ. പകയും വിദ്വേഷവും രക്തച്ചൊരിച്ചിലുണ്ടാക്കും, എല്ലാം ചുട്ടു ചാമ്പലാക്കും. സമാധാനമായി കഴിയുന്നവരുടെ ജീവിതങ്ങൾ തച്ചുടയ്ക്കും. വിദ്വേഷം നൈമിഷികമായ ഒന്നാണ്. പക്ഷെ അതിന്റെ അനന്തരഫലം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നു. പോകൂ. ഞാൻ നിന്നെ വെറുതെ വിടുന്നു.
സുഹാസിനി അയാൾ അതെ വിശാൽ, അയാൾ ഇവിടെ വന്നിരുന്നു. അയാൾക്ക് അയാൾ ചെയ്ത അപരാധത്തിന് ശിക്ഷയും ലഭിച്ചു. ആ ശിക്ഷ അയാൾക്ക് നിയമമല്ല, ഈശ്വരനാണ് നൽകിയത്. ഏത് ബോംബ് കൊണ്ടാണോ അയാൾ മറ്റുള്ളവരെ ചുട്ടു ചാമ്പലാക്കിയത്, ഇന്ന് അതേ ബോംബ് അയാളുടെ ജീവൻ അപഹരിച്ചു. ഞാൻ അയാൾക്ക് മാപ്പ് നൽകിയതാണ്. സുഹാസിനി, അയാൾ എത്രയോ ആളുകളുടെ ജീവിതങ്ങളാണ് തകർത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അയാൾ സുഹാസിനിയുടെ ജീവൻ അപഹരിച്ചപ്പോൾ എന്റെ ജീവിതവും അർത്ഥശൂന്യമായി എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ എല്ലാം താനായിരുന്നു സുഹാസിനി. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും സുഹാസിനി? അരുത് വിശാൽ, ജീവിതം ഒരു യാത്രയാണ്. ഇതിൽ ഒരുമിച്ച് പലരും കാണും. ചിലപ്പോൾ വഴിതെറ്റിപ്പോകും, പക്ഷെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. വിശാൽ, പോകുന്നതിന് മുൻപ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ജീവിതം വിദ്വേഷത്താൽ നിറയ്ക്കരുത്, സ്നേഹനിർഭരമാക്കണം.